Okay, good morning all of you. All of you mark your attendance. Attendance mark ചെയ്യാൻ ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ലീവ് ആണെന്നായിരിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കയറണമെങ്കിൽ ലീവ് ലെറ്റർ എഴുതേണ്ടി വരും. എഴുതുന്ന സമയത്ത് നല്ല നീറ്റിൽ തന്നെ എഴുതുകയും ചെയ്യണം ലീവ് ലെറ്റർ. അല്ലെങ്കിൽ മനസ്സിലാവാതെ വരും കേട്ടോ അർജുൻ. അത് മാത്രമല്ല നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന മൊബൈലിൽ തന്നെ ഇടണം. എന്നാലല്ലേ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, ഏഴാമത്തെ ലെസൺ നിലാ തീരത്ത് അല്ലെ. നിലേനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് നില? നില എന്ന് പറയുന്നത് പിന്നെ ഒരു ഭാരതപ്പുഴ. നിലാ നദി അല്ലെ, ഭാരതപ്പുഴയാണ് നില എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭാരതപ്പുഴയുടെ നിലയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതപ്പുഴ അല്ലെ. ഓക്കെ, അതിന്റെ തീരത്ത് നിലാ തീരത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ നിലാ നദിയെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതായത് അതിന്റെ മറ്റൊരു പേരാണ് ഭാരതപ്പുഴ എന്നത്. ഓക്കെ, അപ്പൊ ഭാരതപ്പുഴയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പേര് നിലാ തീരത്ത്. ഓക്കെ, കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിലാ നദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നില. Okay, all of you take your textbook page number 30. ശ്രദ്ധിക്കുക കേട്ടോ, ഇനി ഇടയിൽ വന്ന് പേജ് നമ്പർ ചോദിക്കരുത്. 30. അർജുൻ ഒന്ന് നേരെ ഇരുന്നേ മോനെ, ചെരിഞ്ഞിട്ടാണല്ലോ കാണുന്നേ. അതുപോലെ ഹലീമയും പായലും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിലാ നദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നില. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നില 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിലാ നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടികാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിലയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നില നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിലാനദീ തീരത്തുള്ള തിരുനാവാ മണപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോകുന്നു. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മഖം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവ കാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ടു സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവാ മണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷബലം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ ശ്രദ്ധിക്കണേ അർജുൻ. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിലയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ ഇതെല്ലാം അവൾക്ക് അയവിറക്കാനുള്ളതാണ്. വീര പോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നിലയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിലയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്.
കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിലയുടെ തീരത്തുണ്ട്. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളാതീരത്തായിരുന്നു. മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN, അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നില തളർന്ന അവശ്യായിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളകിതയാവും അവൾ. തീരങ്ങളെ ആത്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. അല്ലെ? ഓക്കെ, ഭാരതപ്പുഴയെ പറ്റിയാണ്, അതായത് നിളാ നദിയെ കുറിച്ചാണ് നമ്മളിപ്പോ വായിച്ചത്. എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ വായിച്ചിരുന്നു മിസ്? ഞാൻ വായിച്ചിരുന്ന എന്തെങ്കിലും മനസ്സിലായോ? നിലയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞോ? കഥയാണോ മിസ്സേ? കഥയല്ലല്ലോ. ഇത് കഥയല്ലല്ലോ. നോവല്. ഓക്കെ. ഇത് ഈ പുസ്തകത്തിലെ പാഠഭാഗത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാനിപ്പോ ഇതിൽ വായിച്ചതിൽ നിന്ന് സംഭവം മനസ്സിലായി. നിലയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടിയോ? തീരത്ത് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നിലയുടെ തീരത്ത് എന്തൊക്കെയാണ് നടന്നത്? കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് നിലാനദിയിലേക്ക് ഏറ്റവും ഇപ്പൊ ഞാൻ വായിച്ചതിൽ നിന്ന് പ്രശസ്തമായ എന്തോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിലാനദി നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു? മാമാങ്ക മഹോത്സവം. മാമാങ്കത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോ? എന്താണ് മാമാങ്കം? എത്ര വർഷം കൂടുമ്പോഴാണ് പിന്നെ മാമാങ്കം നടക്കുന്നത്? 12 വർഷം. വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷം എന്നാണ് അർത്ഥം. അപ്പൊ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹോത്സവമാണ് എന്ത്? മാമാങ്കം. അത് നിളാ നദീതീരത്താണ് നടന്നിരുന്നത്. അല്ലെ? അത് പറഞ്ഞു. പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാർക്ക് പ്രചോദനമായിട്ടുണ്ട് എന്ത്? നിളാ നദീതീരം. അല്ലെ? കവികൾക്കും കലാകാരന്മാർക്കും ഒക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ കവികൾക്കെല്ലാം എന്താണ് പ്രചോദനമാകാൻ കാരണം? കവികളും കലാകാരും ഒക്കെ ഇങ്ങനെ നദി, പുഴയുടെ തീരത്തൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ പുഴയുടെ എന്തെങ്കിലും ശാന്തത അനുഭവപ്പെടാറുണ്ടോ? ആഗ്രഹമായി എഴുതാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ എഴുത്തുകാർക്ക്? സമാധാനം കിട്ടും. നമ്മൾ എന്തിനാണ് ഈ കായലും കടലും ഒക്കെ ഇങ്ങനെ കാണാൻ പോകുന്നത്? സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയാണ് അല്ലേ? എന്തോ ഒരു സുഖത്തിന് വേണ്ടിയാണ് കറങ്ങാനൊക്കെ പോകുന്നത്. എവിടെയാ നിങ്ങള്? പോലില്ലേ? കടൽ തീരത്തൊക്കെ പോലില്ലേ കാണാൻ? അപ്പൊ സ്വസ്ഥമായ ഒരിടാണ്. അപ്പൊ നിളാനദി ഒരുപാട് പ്രചോദനം ഏകിയിട്ടുണ്ട് കലാകാരന്മാർക്കും എന്നൊക്കെ പറഞ്ഞ എന്താർത്ഥം? അവര് എഴുതാനും ഒക്കെ അവിടെയാണ് സ്ഥലം കണ്ടെത്തിയിരുന്നത് എന്ന് പറഞ്ഞാല് സ്വസ്ഥമായ ഒരു ഇതിൽ നിന്നാണ് എന്ത് എഴുത്തൊക്കെ വരുക അല്ലെ? അതിനു വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിളാതീരത്ത്. നിളാതീരത്ത് എന്തൊക്കെയോ ഉണ്ട് നല്ല അർത്ഥത്തിലാണല്ലോ നിളാതീരത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നിളാനദിയുടെ മറ്റൊരു പേരാണ് ഭാരതപ്പുഴ എന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടത് അല്ലെ? പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാനദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. നിള എന്നത് ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ്. അപ്പൊ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെ? എന്ത്? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കും. 209 കിലോമീറ്റർ ഒഴുകിയിട്ടാണ് ഏത് നിളാനദി അറബിക്കടലിൽ പതിക്കുന്നത്. ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെ? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിളാനദി 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കും. ഏതൊക്കെ സ്ഥലങ്ങളെ ഏതൊക്കെയാണ് തൊട്ട് കൊണ്ടുപോകുന്നത്? ഏതൊക്കെ ജില്ലകളെയാണെന്നാണ് പറയുന്നത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാല് അവിടം വഴിയാണ് ഏത് നിളാനദി ഒഴുകുന്നത്. ഇപ്പൊ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിളാനദി ഒഴുകുന്നത്.
വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടി കാണുന്നൊരു തെളിനീർ രേഖയായി മാത്രം അവൾ, അതായത് നിളാനദി ഒഴുകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ക്ഷീണിതയായി? വേനൽക്കാലത്ത് എന്തുകൊണ്ടാണ് നദി കവിഞ്ഞൊഴുകണം? അപ്പോഴാണ് അത് ഉഷാറാവുന്നത് അല്ലെ? നിങ്ങൾ എങ്ങനെയാ? നല്ല ഭക്ഷണം കഴിച്ചാലായിരിക്കും നല്ല സ്മാർട്ടായി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുന്നേറ്റ പോലെ ഉണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കണം അല്ലെ? അപ്പൊ നദിയും അതേ രീതിയിലാണ്. എന്ത്? നദിയിൽ നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിലേ അത് ക്ഷീണമൊക്കെ മാറിയിട്ട് ഒഴുകുള്ളൂ അല്ലെ? അപ്പൊ നിറഞ്ഞു കവിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളായാലും എങ്ങനെയാ? രാവിലെ എണീച്ച് നല്ല പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലെ പറ്റുന്നത്ര വേഗത്തില്. കാരണം ഒരു ബ്രേക്കിന് ശേഷം കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇന്നിപ്പോ കുറെ പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇരിക്കുന്നവരുണ്ട് അല്ലേ? കാണുമ്പോ തന്നെ പറയാൻ പറ്റും ആരൊക്കെയാണ്. അവർക്ക് ഉഷാറുണ്ടാവില്ല കേട്ടോ. അതുപോലെയാണ്. എന്തുകൊണ്ട്? അത് അവർക്ക് ക്ഷീണിതയായിട്ടായിരിക്കും. അതായത് ക്ഷീണിത പറഞ്ഞത് നിലയായതുകൊണ്ട് നദി പെണ്ണിനെ പോലെ പറഞ്ഞ അവളുണ്ട്. അപ്പോ അല്ലെങ്കിൽ ക്ഷീണിതനായിട്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. ഇപ്പൊ കുറെ പേര് ഉഷാറില്ലാതെ ഇരിക്കുന്നവർ ഞാൻ എന്താ ആലോചിക്കുന്നേ? അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നാണ്. ക്ഷീണിതനാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് എന്ത്? വേനൽക്കാലത്തായതുകൊണ്ട് നദി എങ്ങനെയായിരിക്കുന്നത്? ക്ഷീണിതയായിട്ടാണ് അല്ലെ? അതുകൊണ്ടാണ് അടി കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു അല്ലെ? വെള്ളയെ ഉണ്ടാവില്ല നദിയിൽ. ഓക്കെ. ആധുനിക കാലത്ത് നിലയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും അല്ലെ? ആധുനിക കാലത്ത് നിലയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. അപ്പൊ എവിടുന്നാണ് നിളാനദി ഉത്ഭവിക്കുന്നത്? എത്ര മീറ്റർ ഒഴുകിയിട്ടാണ്, എത്ര കിലോമീറ്റർ ഒഴുകിയിട്ടാണ് അത് അറബിക്കടലിൽ പതിക്കുന്നത്? അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതുപോലെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ആര്? നിളാനദി ഒഴുകുന്നത്. ഒക്കെ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. പിന്നെ ജലസേചനത്തിനും വൈദ്യുതിക്കും വേണ്ടി നിളാനദിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പോ മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും അതിൽ പെടുന്നു എന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കാം. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവ മണപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോകുന്നു. മാഘമാസത്തിലെ, അതായത് മകം അല്ലെ, വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോ മാഘമാസത്തിലാണ് ഏത് നടക്കുന്നത്? മാഘമാസം എന്ന് പറഞ്ഞാൽ ഏത് മാസാന്നറിയോ? മാഘമാസം, മകരമാസം, മകൻ നക്ഷത്രം അല്ലെ? മകരമാസത്തിലെ മകൻ നക്ഷത്രം നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ മാമാങ്കം എന്ന് വ്യാഖ്യാനിക്കുന്നത് അല്ലെ? ഓക്കെ. അപ്പോ നിളാനദീതീരത്താണ് മാമാങ്കം, അതായത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മാമാങ്ക മഹോത്സവം നിളാനദീതീരത്തായിരുന്നു നടന്നിരുന്നത് അല്ലെ? പിന്നെന്താ പറഞ്ഞേ? 12 വർഷം വ്യാഴവട്ടം. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? 12 വർഷത്തിനാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത് അല്ലെ? ചില തെയ്യങ്ങളൊക്കെ അങ്ങനെയാണ്, ഒറ്റക്കോലങ്ങളൊക്കെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുക അല്ലെ? അതൊരു വ്യാഴവട്ടത്തിൽ ഒരിക്കലാണ്. ഒരു പുഷ്പം ഉണ്ടല്ലോ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നത് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയോ? നീലക്കുറിഞ്ഞി. ഒരു വ്യാഴവട്ടത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്നതാണ് നീലക്കുറിഞ്ഞി അല്ലേ? പറഞ്ഞു. വേറെന്തോ പറഞ്ഞു. കണിക്കൊന്ന അല്ലാട്ടോ, വർഷം തോറും പൂക്കുന്നതാണ് കണിക്കൊന്ന. അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ, മേടമാസത്തിലാണ് കണിക്കൊന്ന ഉണ്ടാവുക, വിഷുവോട് അനുബന്ധിച്ചിട്ട്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പം ബഡ് കണിക്കൊന്നയുണ്ട് ഇറങ്ങിയിട്ട്. അത് കൂടാതെ തന്നെ ശരിക്കും നമ്മൾ കണിക്കൊന്നയും എല്ലാ സമയവും പുഷ്പിക്കുന്നുണ്ട് ഇപ്പൊ അല്ലേ? ഇവിടെ അടുത്ത് ഏതൊരു മഴയുണ്ട് 10 വർഷം കൂടുമ്പോ പൂക്കുന്ന ഒരു പൂവുണ്ട്.
ആ ഇവിടെ അടുത്ത ഏതൊരു മലയിലുണ്ട്. ഈ കണിക്കുന്ന പഴയ കാലങ്ങളിലൊക്കെ മേടമാസം തന്നെയാണ് ഉണ്ടാവാറ്. ഇപ്പൊ അതെല്ലാം മാറി ഇപ്പം ഏതൊക്കെയോ സമയത്ത് പുഷ്പിക്കുന്ന കാണുന്നുണ്ട് അല്ലെ. കാലം മാറി കോലവും മാറി എന്ന് പറഞ്ഞ പോലെ പുഷ്പങ്ങളും സമയങ്ങളാണ് വിരിയുന്നതും ഒക്കെ അല്ലെ. പക്ഷെ ഈ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലും മാത്രം പുഷ്പിക്കുന്നതാണ് അല്ലെ നീലക്കുറിഞ്ഞി. ഒക്കെ അതുപോലെയാണ് മാമാങ്ക മഹോത്സവം. 12 വർഷത്തിൽ ഒരിക്കലും നിളാനദി നദീരത്താണ് നടക്കുന്നത്. അപ്പൊ മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത് അല്ലെ. ആരുടെ അധീനതയിലാണ് എന്നാണ് പറഞ്ഞത്? മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു അല്ലെ. ആ വംശ പരമ്പരയിലത്തെ ആളുകൾ തീർന്ന സമയത്ത് ഒടുവിലത്തെ പെരുമാൾ എന്ത് ചെയ്തു? അത് ആ അവകാശം എന്ത് ചെയ്തു? വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു അല്ലെ. പോർച്ചുഗീസുകാരുടെ പിൻബലത്തോടെ ആര്? സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവാ മണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം അല്ലെ. ഒരു 12 വർഷം കഴിഞ്ഞ് അത് നടക്കുന്ന സമയത്ത് അധ്യക്ഷപദം ഒഴിയണം എന്നാണ് മാമാങ്കത്തിന്റെ വ്യവസ്ഥ. എന്നാൽ എന്താ സംഭവിച്ചു നോക്കാം അല്ലെ. തിരുനാവാമണത്ത് ചാവൽപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി എന്ത് ചെയ്തു? വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന് മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ് അല്ലെ. എന്താ പറഞ്ഞത്? ഇപ്പൊ ചിലവരുണ്ട് അങ്ങനെ അല്ലെ. ഓരോ തെയ്യ സ്ഥലത്തിൽ എങ്ങനെയാണ് വർഷം അധ്യക്ഷനും സെക്രട്ടറിയും ഒക്കെ മാറും അല്ലെ. പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ മാറും. പക്ഷെ ചിലവരെങ്ങനെ ഇരിക്കും? അതേ പദവിയിലാടി ഇരിക്കും. അതേപോലെ ആയിരുന്നു സാമൂതിരി. എന്താ മാറാനുള്ള ഉദ്ദേശമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ ഇരുന്നു കുറെ കാലം. അതാണ് പറഞ്ഞത്. അപ്പോ ഒന്നുകൂടി വായിക്കാം അവിടെ വരെ. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിള നദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടികാണുന്ന ഒരു തെളിനീർരേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിലയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീങ്കര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവാ മണപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപരെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോകും. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്.
12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവായ മണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന് മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുടെ രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. ഓക്കെ, അപ്പൊ ഒന്ന് വായിക്കണല്ലോ മക്കളെ. ആരോ ഒരാൾ വായിക്കണേ? വായിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കാം അല്ലേ? അലൻ ബെന്നി, അലന് പുസ്തകം കിട്ടിയില്ലല്ലോ മോനെ? ഇല്ല ടീച്ചറെ, കിട്ടിയില്ല. അല്ലെ, ഏത് പുസ്തകം കിട്ടിയില്ല അല്ലെ? കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജീവ ഒന്ന് വായിച്ചേ. ജീവ തീരത്ത് കേരള ചരിത്രത്തിൽ വളരെ ഉറക്കെ വായിക്കണം ജീവ. സ്ഥാനമാണ് നീളാനദിക്ക് ഉള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിള 250 കിലോമീറ്റർ ഒഴുകി അറബിക് കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുള്ള വിസ്തൃതമായ നിള നദി മണൽപ്പുറത്തിനു നടുവിലൂടെ ക്ഷീണിതനായി അടിക്കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്തു നിളയെ തടുത്തു നിർത്താൻ നാം വൈദ്യുതി ആധുനിക കാലത്ത് നിളയെ തടുത്തു നിർത്താൻ നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെട്ടുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പുത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഒന്ന് പായല് വായിച്ചേ. പായലേ നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിള തീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ അതു സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് പെട്ടുപോന്നു. മാഘമാസമകത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയമക്കാരായിരുന്നു പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാള് ഈ അവകാശം വള്ളുവനാട്ടു രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യവ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവങ്ങൾ നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ടു സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ
അധ്യക്ഷസ്ഥാനം തട്ടിയെടുത്തു. മോളെ അത് വായിച്ചെടുത്തത് ഇപ്പൊ പായൽ വായിച്ചതിന് ശേഷം അത് വീണ്ടെടുക്കാൻ വള്ളുവന്നു രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുവാനം മണൽപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ പോരാട്ടമായിരുന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യാപ്തിയനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരുകയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്നു. മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിക്കൽ നടത്തുന്നത് ഈ കാലത്താണ്. ഓക്കെ, അതില് ഇപ്പൊ മീനിങ് വരുന്നത് പ്രമുഖം. എന്താ അർത്ഥം? പ്രമുഖമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട, അല്ലെ? പ്രമുഖം, പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് അറിയാത്തുള്ളത് പുണർന്നുകൊണ്ട്, എന്താണ്? ആലിംഗനം ചെയ്തുകൊണ്ട്, അല്ലെ? അഭേദ്യം, വേർപെടുത്താൻ പറ്റാത്ത. ഇവിടെ ഉണ്ട് കേട്ടോ പുറകില്. അധീനതയിൽ, മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിൽ എന്ന് പറഞ്ഞില്ലേ? അധീനതയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ കീഴിൽ എന്നർത്ഥം, അല്ലേ? അധീനതയിൽ കീഴിൽ. വ്യാഴവട്ടം പറഞ്ഞു നമ്മള് 12 വർഷം. മാഘമാസം, മകരമാസം. ഓക്കെ, ഇനി അടുത്ത ആരാ വായിക്കുന്നേ? വായിക്കാത്ത ആരാണ്? ജുവാന. ആദ്യം തൊട്ടല്ലോ സർ? ആദ്യം തൊട്ടാണ് സർ? ആ, നമ്മൾ എടുത്ത പകയെ വേണ്ടു. അപ്പൊ ആദ്യം തൊട്ട്. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിള നദിക്കു ഉള്ളത്. പ്രസിദ്ധമായ യുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിച്ചു നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരു ഭാഗങ്ങളിലുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിനു നടുവിലൂടെ ക്ഷീണിതയായി അടി കാണുന്ന ഒരു തെന്നീർ രേഖയായി. ആധുനിക കാലത്തു നിളയെ തടുത്തു നിർത്തി നാം വൈദ്യുതിക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, ജുവാന കേൾക്കുന്നുണ്ട്.
വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണങ്ങളും. നമ്മുടെ നാടിന്റെ മതി. നെക്സ്റ്റ് ഇവിടെ ആരാ? അഫ്രാസിന്റെ ബുക്ക് ഉണ്ടോ? അഫ്രാസേ? യെസ്, അഫ്രാസ് വായിച്ചേ. നമ്മുടെ നാടിന്റെ ചരിത്രമായ എന്റെ ഏറെ ഫോണിലോണ്ട് ക്ലിയർ ഇല്ല, അതുകൊണ്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. മിസ്, ഇത് ഫോണിലോണ്ട് ക്ലിയർ ഇല്ല, ചെറുതായിട്ടാ കാണുന്നത്. ഹെവൻ ഓ ആരാ ഇപ്പം വിളിച്ചേ മിസ്സേന്ന്? ആ ഓക്കെ ഓക്കെ. അഫ്രാസിന്റെ അനിയത്തി ഞാനും വലിയ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ്. ഞാൻ ആരോടെ ഇപ്പം പറഞ്ഞ? ഹെവൻ പോയോ? ഹെവനോട് വായിക്കാൻ പറഞ്ഞോണ്ട് ഹെവൻ മുങ്ങിയാ? ഞാൻ വായിക്കാൻ കുറച്ച് മടിയില്ലവരെ നോക്കി നോക്കി വായിപ്പിക്കുന്ന കേട്ടോ. ആരാധ്യ വീഡിയോ ഓഫ് ആക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ആരാധ്യ, ഹലീമേനെ കണ്ടില്ലേ ഇല്ലോ ഇന്ന് മിസ്? ഹലീമ, മിസ് ക്ലിയർ ഇല്ല ആരാധ്യക്ക്. ഓക്കെ, ഇനിയിപ്പോ 2 മിനിറ്റേ ഉള്ളൂ. ഡെൽവിൻ വായിച്ചോ. ഡെൽവിൻ. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിള തീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോന്നു. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തിരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കൊയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെയും സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർ പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവ മണൽപ്പുറത്ത് ചാവേർ പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷ പദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന മാമാങ്കോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർ പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. ഓക്കെ മക്കളെ, ഇനി ഒരു 1 മിനിറ്റേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലും മിസ് ആരൊക്കെയാണ് എന്റെ ബെസ്റ്റ് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ?
ഓക്കെ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.